തൃശ്ശൂർ പൂരം കലക്കിയതാര്? തൃശ്ശൂർ നിവാസികളെ സംബന്ധിച്ച്, കേരളത്തെ സംബന്ധിച്ച് അത്യന്തം വേദനാജനകമായ സംഭവമാണ് ഇത്തവണ തൃശ്ശൂരിൽ ഉണ്ടായത്. തൃശ്ശൂർ പൂരം അർദ്ധരാത്രി നിർത്തിവെക്കേണ്ടി വന്നു. പോലീസിൻ്റെ അമിത നിയന്ത്രണങ്ങളെ തുടർന്നാണ് പൂരം രാത്രി നിർത്തിവെക്കേണ്ടി വന്നത്. പല ചടങ്ങുകളും ഇതുമൂലം മാറ്റിവെക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ടായിരുന്നു. തൊട്ടടുത്ത ദിവസം രാവിലെ നടക്കേണ്ട വെടിക്കെട്ടടക്കം വൈകുന്ന സാഹചര്യം, പുലർച്ചെ നടക്കേണ്ട വെടിക്കെട്ട് പക്ഷേ പിന്നെയും വൈകുന്ന സാഹചര്യമാണ് തൃശ്ശൂരിൽ കാണാൻ വന്നത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നടക്കുന്ന ഈ പൂരം അലങ്കോലപ്പെടുത്തലിന് പിന്നിൽ ആര്, എന്താണ് തൃശ്ശൂരിൽ സംഭവിച്ചത് എന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ വിശകലനം ചെയ്യുന്നത്. തുടക്കത്തിൽ തന്നെ പറയട്ടെ, ഇത് പലതരത്തിലുള്ള ആരോപണവും ഉയർന്നു വന്നു. കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ആദ്യം ഉയർന്നു വന്നത് ഇത് സുരേഷ് ഗോപിക്ക് വേണ്ടി നരേന്ദ്രമോദിയുമായി അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് പിണറായി വിജയൻ ഈ പൂരം കലക്കുകയായിരുന്നു. അതായത് പോലീസിനെ അമിത സ്വാതന്ത്ര്യത്തോടെ വിട്ടുകൊണ്ട് ഈ പൂരം കലക്കുകയായിരുന്നു എന്ന ആരോപണം. കാരണം തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കുമ്പോൾ ഇടതുപക്ഷത്തിന് എതിരായ ഒരു വികാരം ഉണ്ടാകുകയും അത് BJPക്ക് ഗുണം ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഒരു ആരോപണം. എന്നാൽ BJP ഇതിനോട് പ്രതികരിക്കുന്നത് പൂരത്തെ ഒരു തരത്തിലും രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ തങ്ങളില്ല എന്നുള്ള നിലപാടിലാണ്. ഇടതുപക്ഷവും പറയുന്നു, അതായത് കോൺഗ്രസിൻ്റെ ആരോപണങ്ങൾ ശരിയല്ല, ഈ സമയത്ത് ആരെങ്കിലും അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കും, പൂരം പോലൊരു വിഷയത്തിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമിക്കുമെന്ന് കരുതുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷവും മറുപടി നൽകുകയാണ്. എന്തായാലും പൂരം വലിയ വിഷയമാണ്, വലിയ വികാരമായി അവിടെ നിൽക്കുന്നു. പൂരം കലക്കിയിരിക്കുന്നു എന്നുള്ളത് പോലീസാണ്. പോലീസ് എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ്റെ പോലീസാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. ഇതിൽ പ്രാഥമികമായി പറയാനുള്ളത്, സർക്കാരിന് ഇക്കാര്യത്തിൽ ഉത്തരം പറയേണ്ട സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. സർക്കാരിന് ഇതിൽ വീഴ്ചയില്ല എന്നൊന്നും പറഞ്ഞ് ഒരു കാരണവശാലും ഊരാൻ കഴിയില്ല എന്നുള്ളതാണ്. പോലീസിൻ്റെ ഉത്തരവാദിത്തം ആഭ്യന്തരമന്ത്രിയായ പിണറായി വിജയൻ തന്നെ ഉണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അവിടെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ പ്രതികരണം വന്നത് പോലീസ് അവിടെ എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ച വരുത്തിയതായി അറിയില്ല എന്നോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പോലീസ് ലാത്തി ചാർജ് നടത്തി എന്തിനാണെന്നൊക്കെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ മനസ്സിലാകുമെന്നൊക്കെ പറഞ്ഞ് പോലീസിനെ ന്യായീകരിക്കുകയാണ് ചെയ്തത്. ഫലത്തിൽ തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പിൽ VS സുനിൽകുമാറിന് കനത്ത തിരിച്ചടി ഉണ്ടാകുന്ന ഒരു പ്രതികരണം ഫലത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ന്യായീകരണ ക്യാപ്സ്യൂളിലൂടെ വരുന്നു എന്നുള്ളതാണ് എടുത്ത് പറയാൻ കഴിയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം, ഇത് സുരേഷ് ഗോപിക്ക് വേണ്ടി പിണറായി വിജയൻ ചെയ്തതാണോ എന്നുള്ളതാണ്. നമുക്കതിൻ്റെ അന്തർധാരകളെക്കുറിച്ച് ഒരു തരത്തിലും പറയാൻ കഴിയില്ല. കാരണം രണ്ട് നേതാക്കൾ തമ്മിലുള്ള ഇടപെടൽ നരേന്ദ്രമോദിക്ക് വേണ്ടി, അതായത് ഈ പലപ്പോഴും പറഞ്ഞു കേൾക്കുന്ന ഒരു അഡ്ജസ്റ്റ്മെൻ്റ് അതാണല്ലോ. അതായത് തൻ്റെ മകളെ രക്ഷിക്കാൻ വേണ്ടി, പിണറായി വിജയൻ്റെ മകളെ രക്ഷിക്കാൻ വേണ്ടി നരേന്ദ്രമോദിയുമായി ചേർന്നുകൊണ്ട് BJPക്ക് അനുകൂലമായ പല ഫേവറുകളും അന്തർധാരയിലൂടെ CPM ചെയ്യുന്നു, പിണറായി ചെയ്യുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ഉദാഹരണമായാണ് ഏറ്റവും ഒടുവിൽ ഈ നടക്കുന്ന പൂരം കലക്കലും വന്നിരിക്കുന്നത്, ആരോപണം എന്ന നിലയിൽ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. പക്ഷേ നമുക്ക് അങ്ങനെ തീർത്തും പറയാൻ കഴിയുമോ എന്നറിയില്ല. ഇതിൽ എടുത്തു കാണേണ്ട ഒരു കാര്യം, ഇതിൽ സർക്കാരിനും പിണറായിക്കും റോളുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ സുരേഷ് ഗോപിക്ക് വേണ്ടിയാണോ എന്നുള്ളത് തീർച്ചയായും കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. കാരണം സുരേഷ് ഗോപിക്ക് അനുകൂലമായി തന്നെ ഈ വോട്ടുകൾ വീഴണം എന്നില്ല. ഇപ്പുറത്ത് മുരളീധരനും ഈ വോട്ടുകൾ സമാഹരിക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തൃശ്ശൂരിലെ CPI അടക്കമുള്ള പ്രാദേശിക നേതാക്കൾ പലരും പറയുന്നതനുസരിച്ച് അവർ കോൺഗ്രസിൻ്റെ ആരോപണം തന്നെയാണ് പറയുന്നത്. അതായത് സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനുള്ള ഒരു കൊട്ടേഷൻ പിണറായി വിജയൻ ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ള ആരോപണമാണ്. CPM വോട്ട് മറിക്കുന്നു. അങ്ങനെ സുരേഷ് ഗോപി, കാരണം CPIക്കാർക്ക് CPMൻ്റെ ഈ ന്യായീകരണം കൂടി വന്നതോടെ കടുത്ത ഒരു അമർഷം ഇക്കാര്യത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ BJPക്ക് CPM വോട്ട് മറിക്കുക, അല്ലെങ്കിൽ വോട്ടുകൾ അങ്ങനെ കൃത്യമായി ഏതെങ്കിലും ഒരു നേതാവ് നിന്ന് മറിച്ചു കഴിഞ്ഞാലൊക്കെ കേരളത്തിൽ അങ്ങനെ കാര്യമായി ജയിക്കാൻ, ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥി ഇല്ലെങ്കിലോ സ്ഥാനാർത്ഥിയുടെ പ്രവർത്തനം മോശമാണെങ്കിലോ നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കും. പക്ഷേ തൃശ്ശൂരിൽ അതിശക്തമായ മത്സരമാണ് നമുക്ക് നടക്കുന്നത്. പക്ഷേ പിണറായി വിജയൻ എന്ന ആഭ്യന്തരമന്ത്രിക്ക് പലപ്പോഴും സംഭവിക്കാറുള്ളത് പോലീസിനെ തോന്നിയ പോലെ അഴിച്ചുവിടുക എന്നുള്ളതാണ് പലയിടത്തും സംഭവിക്കാറുള്ളത്. നമുക്കറിയാം, ജനസമ്പർക്ക പരിപാടിയായി അദ്ദേഹത്തിൻ്റെ നവകേരള സദസ്സ് ആയിക്കോട്ടെ, അങ്ങനെ എന്തു പരിപാടി വന്നാലും അവിടെ ഉണ്ടായിരിക്കുന്ന സുരക്ഷാ സംഭവങ്ങൾ, ഒപ്പം തന്നെ കറുത്ത തുണി വന്നവരെ ഈ പുറത്താക്കൽ, കറുത്ത ഷർട്ടിട്ട് വരുന്നവരെ പുറത്താക്കൽ, അല്ലെങ്കിൽ ഇങ്ങനെ പല കാര്യത്തിലും പോലീസിനെ തോന്നിയ പോലെ അഴിച്ചുവിടുന്നതിൻ്റെ ഒരു പ്രതികൂലമായ ഇത് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഒരിക്കലും ഫലത്തിൽ അത് തിരുത്താനുള്ളൊരു നടപടിയിലേക്ക്, പോലീസിനെ തിരുത്താനുള്ളൊരു നടപടിയിലേക്ക് പോകാറില്ല
എന്നുള്ളതാണ് എടുത്ത് കാണാൻ സാധിക്കുന്നത്. എന്തായാലും തൃശ്ശൂരിലും സമാനമായ രീതിയിലുള്ളൊരു സംഭവമാണ് നടന്നിട്ടുള്ളത്. ഇപ്പോൾ പലയിടത്തും പിണറായി വിജയന് വലിയ സൗകര്യങ്ങളോടുകൂടി സെക്യൂരിറ്റിയോടുകൂടി പ്രധാനമന്ത്രിയൊക്കെ പോകുന്നത് കാണുമ്പോൾ പോലും ഇത്തരം ജനകീയമായ എതിർപ്പുകളെ പലപ്പോഴും അദ്ദേഹം തിരിച്ചറിയുന്നില്ല, അറിഞ്ഞോ അറിയാതെയോ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് എടുത്ത് പറയാൻ കഴിയുന്നത്. എന്തായാലും വളരെ മോശമായ പ്രവണതയാണ്. ഒരു ക്ഷേത്രമുറ്റത്ത് നടക്കുന്ന പൂരം, അവിടെ പോലീസിൻ്റെ സംരക്ഷണമാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. പോലീസ് ജനങ്ങളെ അടിച്ചോടിക്കുകയോ അല്ലെങ്കിൽ അമിത നിയന്ത്രണവും ബാരിക്കേഡും വെക്കുകയോ ഒന്നുമല്ല. ഇതിനെക്കാട്ടിൽ, ഈ രാത്രിയുള്ളതിനെക്കാട്ടിൽ ഏറ്റവും കൂടുതൽ തിരക്കുണ്ടായിരുന്ന തെക്കോട്ടിറക്കം പോലെയുള്ള കുടമാറ്റം പോലുള്ള ചടങ്ങുകളിലൊന്നും ഒരു പ്രശ്നവുമില്ലാതെ അവിടെ കൂടിയ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കുചേർന്ന് പോയതാണ്. പക്ഷേ എന്നിരുന്നാലും ഈ രാത്രിയിൽ എന്തിനാണ് ഈ ചടങ്ങുകളടക്കം തകർക്കുന്ന രീതിയിലേക്ക് പോലീസിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടായത് എന്നുള്ള സംശയമാണ് രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കുന്നത്. എന്തായാലും സുനിൽകുമാറിൻ്റെ തോൽവിയിലേക്ക് കാര്യങ്ങൾ ഏതാണ്ട് ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് തൃശ്ശൂരിലെ ഈ സംഭവവികാസങ്ങൾ. ജനവികാരം ഇടതുമുന്നണിക്ക് എതിരായി തൃശ്ശൂരിൽ വന്നിരിക്കുന്നു. തൃശ്ശൂരിൻ്റെ സമീപ മണ്ഡലങ്ങളിലും അത് ഫലത്തിൽ ചാലക്കുടിയിലും ഒപ്പം തന്നെ ആലത്തൂരുമൊക്കെ സമാനമായ വികാരമുണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തൃശ്ശൂരിനെ സംബന്ധിച്ച് BJPയുടെ ഏറ്റവും പ്രമുഖനായ നേതാവെന്ന നിലയിലും ഒരുപക്ഷെ പ്രതിപക്ഷത്തല്ല ഭരണപക്ഷത്ത് തന്നെ ഇരിക്കാൻ സാധ്യതയുള്ള ഒരു MP എന്ന നിലയിലും അല്ലെങ്കിൽ ഒരു കേന്ദ്രമന്ത്രിയാകാൻ സാധ്യതയുള്ള ആൾ എന്ന നിലയിലും സുരേഷ് ഗോപിക്ക് ഇതോടെ വിജയസാധ്യത തൃശ്ശൂരിൽ കൂടി വരുന്നൊരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? യഥാർത്ഥത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയത് എന്താണ്? കമൻറ്റുകളായി രേഖപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പലരുമുണ്ട്. വീഡിയോ കാണുന്നവരിൽ അവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം പോലെ ലൈക്കോ ഡിസ്ലൈക്കോ ഒക്കെ രേഖപ്പെടുത്താനും മറക്കരുത്. മറ്റ് സുഹൃത്തുക്കൾക്ക് വീഡിയോ എത്തിച്ചു കൊടുക്കാനും അഭ്യർത്ഥിക്കുകയാണ്. എന്തായാലും തൃശ്ശൂരിൽ വളരെ നിർണായകമായ ഒരു രാഷ്ട്രീയ സംഭവവികാസമായി ഈ പൂരം കലക്കൽ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് എടുത്ത് കാണേണ്ടത്. എന്തായാലും വരും ദിവസങ്ങളിലും ഈ വിവാദം തുടരാൻ തന്നെയാണ് സാധ്യത. നന്ദി.